അദ്ദേഹത്തോട് എനിക്ക് സ്നേഹബുദ്ധിയാണ് പറയാനുള്ളത്. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാൻ അവകാശമുണ്ട്. അതിനെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നുമുണ്ട്. പക്ഷേ അതൊരു മറ്റൊരു സമുദായത്തെ ഇകഴ്ത്തി പറഞ്ഞോ, മറ്റൊരു സമുദായത്തിന് അവകാശങ്ങളെ ഹനിക്കണമെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പേരെടുത്ത് പറഞ്ഞ് ഇകഴ്ത്തി പറയുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതോടൊപ്പം സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറയുകയാണ്, അത്തരം വിദ്വേഷപരമായ പരാമർശങ്ങൾ നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ ഒരു സഹിഷ്ണുതയ്ക്കും നല്ല ഒരു ജീവിതത്തിന് നല്ലതല്ല എന്ന് ഈ കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എപ്പോഴും എടുത്തു പറയുന്നതാണ്. നമ്മൾ പരമാവധി ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ്സുകാർ കത്തോലിക്കരായ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതേസമയം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത്, ഈഴവർക്ക് കൊടുക്കരുത് എന്ന് ഒരിക്കലും പറയുന്നില്ല. അവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടിക്കോട്ടെ, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പറയാം. പരസ്പരം ബഹുമാനിക്കണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സ്കൂളുകളുടെ കാര്യം പറഞ്ഞു, എത്രയോ സ്കൂളുകളുടെ എണ്ണമൊക്കെ പറഞ്ഞു. ഈ നാട്ടിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. ഈ സ്കൂളുകളൊക്കെ പണിതത് ക്രൈസ്തവരെങ്ങനെ പണിതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങളുടെ സാധാരണക്കാരായ സഭാ അംഗങ്ങൾ പിടിയേരി പിരിച്ചും അവരുടെ നെറ്റിയിലെ വിയർപ്പൊഴുക്കുകയും ഉണ്ടാക്കിയ പണം കൊടുത്ത് നിർമ്മിച്ച സ്കൂളുകളാണിത്. ഈ സ്കൂളുകളിൽ പഠിക്കുന്ന ആളുകൾ, കുട്ടികൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അത് ക്രൈസ്തവർ മാത്രമല്ല, ഈ നാട്ടിലുള്ള വിവിധ സമുദായങ്ങളിൽപ്പെട്ട കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, കോടികൾ ക്രൈസ്തവരായ അധ്യാപകർ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചിന്തയിലാണ് പറയുന്നത്? ഈ അധ്യാപകർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായലച്ച് വിയർപ്പൊഴുക്കി പണിയെടുത്തിട്ട് അവർക്ക് കിട്ടുന്ന അധ്വാനത്തിൻ്റെ ഫലമാണത്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്, എല്ലാവരും ക്രൈസ്തവരാണോ? ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്ന പണം മുഴുവൻ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ? അപ്പോൾ ഞങ്ങൾ ക്രൈസ്തവർ പറയുകയാണ്, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ അതാ ഗവൺമെൻറ്റിൻ്റെ പണമെല്ലാം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അത് നീതിക്ക് നിരക്കുന്നതാണ്. ഞങ്ങളങ്ങനെ ആരും പറയുകയല്ല. പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞ് ഈ സമൂഹത്തെ വിഭജിക്കരുത്. ക്രൈസ്തവർ അന്യായമായിട്ട് ആരുടെയും ഒരു നയാ പൈസ കൊണ്ടുപോകുന്നില്ല. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ക്രൈസ്തവർ പ്രവർത്തിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹമല്ലേ തിരുത്തണ്ടേ? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട്. അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ്, അല്ലാതെ വിഭജനത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെ അല്ല. അത് ശരിയല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സർക്കാർ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? സർക്കാർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്ന് പൊതുജനം വിലയിരുത്തട്ടെ.